ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഡിന്നറിന് കഴിക്കാനായിട്ട് പറ്റിയ ചില ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ വായോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വളരെ ടേസ്റ്റുള്ള റെസിപ്പീസാണ്, ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അതിന് വേണ്ടിയിട്ട് റാഗി ദോശയാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാൾനട്ട്സും 1 ടീസ്പൂൺ പിസ്തയും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് റാഗി പൗഡറിന് ഏകദേശം 1 ഗ്ലാസോളം വെള്ളമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റാഗി ദോശയുടെ സൈഡ് ഡിഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മത്തിക്കറിയാണ്. അപ്പോൾ ചെറിയ മത്തിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഹെൽത്തി വൈസിലാണ് ഞാനിത് ചെയ്യുന്നത്. വെളിച്ചെണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിന് വേണ്ടിയിട്ട്. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി മൺചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മൺചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടികളുടെ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോയി കിട്ടണം. ഇപ്പോൾ പൊടികളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പുളിയുടെ പാത്രത്തിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റിലുള്ള ഒരു മീൻകറി നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സാലഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത്, ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് യോഗർട്ട് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സൈഡായിട്ട് ഒരു സാലഡും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാനൊരു പേരം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ, അതുപോലെ തന്നെ ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറി, പിന്നെ സാലഡ്, ഒരു ഫ്രൂട്ട്സ്, ഇത്രയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡിന്നർ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.